സർക്കോമ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറാണ്. ആധുനിക കാലത്ത് കണക്റ്റീവ് ടിഷ്യൂവിൽ ധാരാളം രോഗങ്ങൾ ഉണ്ടാകുന്നു. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറാണ്. ആമവാദത്തിനും കണക്റ്റീവ് ടിഷ്യൂവിലേക്ക് കയറാനുള്ളൊരു ചാലുണ്ട്. അപ്പം അതുകൊണ്ട് അത് അസ്യൂം ചെയ്തു. മാത്രമല്ല, നോക്കിയപ്പോൾ ആവരണവാദത്തിൻ്റെ ചെറിയ ലക്ഷണവും കണ്ടു. വെറും ശ്വാസകോശാർബുദം മാത്രമല്ല, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിൻ്റെ ആവരണവാദം എന്നുള്ളത് കൃത്യതർജ്ജമയാണോ എന്ന് എനിക്കറിയില്ല. കാരണം അവിടെയും ആവരണ ലക്ഷണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചത്. അത് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ തെറ്റാണെങ്കിൽ എന്നോട് പുറത്തേക്കണം. അപ്പോൾ വേണ്ട സമയത്ത് അത് ചികിത്സിക്കാതിരുന്നാൽ ധാതുക്കൾ ദുഷിക്കും, ശ്വാസകോശ അർബുദം, വിദ്രതി, ഹൃദ്രോഗം തുടങ്ങിയവയുണ്ടാവും. ചിലപ്പോൾ ആഗന്തുകമായും, കാരണം അണുക്കളും ഉണ്ടാവും, അങ്ങനെ ആഗന്തുകങ്ങളായും വരാം. അതായത് HCV, HPV, HBV ഇവയുടെയൊക്കെ ലക്ഷണങ്ങളിൽ കൂടെ വരാം. ബുബ്ബുസ വിദ്രതിയും വരാം. ഈ രോഗിയിൽ HPV ഉണ്ടായിരുന്നു താനും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. പാപ്പിലോമ വൈറസിന് വളരെ എളുപ്പമാണ് പെരിങ്ങലത്തിൻ്റെ പേര്. വളരെ ഫലപ്രദമാണ്. അതുകൊണ്ട് അത് രോഗിക്ക് കൊടുത്തിട്ടുണ്ട്. ശ്വാസം മുട്ടൽ, ഒച്ചയടപ്പ്, തലവേദന, ഉരോഗ്രഹം, ഉരസ്തോയം, വെള്ളം ദാഹം, ജ്വരം, ഗുരുത്വം, ശ്വാസതടസ്സം എല്ലാം ഉണ്ടാകാം. അതിൽ ഉരോഗ്രഹം കണ്ടാൽ ഭൈഷജ്യരത്നാവലി വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉരോഗ്രഹം, ഉരസ്തോയ ലക്ഷണം. അത് ഉപയോഗിച്ചാൽ 100% ഫലം കിട്ടുകയും ചെയ്യും. ഇത് ഒരു രാജയഷ്മാന്തകം എന്ന പേരിലൊരു കഷായം. അത് മുട്ട ചേർത്താണ് പണ്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ കൊടുക്കുന്നത് നിത്യോദിത രസം ചേർത്താണ്. കാരണം മുട്ട എല്ലാവർക്കും പറ്റാതെ വന്നപ്പോഴാണ് നിത്യോദിത രസമാക്കിയത്. ഈ രോഗികൾക്കൊക്കെ കൊടുത്തത്, ഈ ലിസ്റ്റിലെ രോഗികൾക്ക് കൊടുത്തത് കോഴിമുട്ട ചേർത്താണ്. നാടൻ കോഴിമുട്ടയായിരിക്കണം. പെരിങ്ങല പേരും കൊടുത്തു. ഇരട്ടി മധുരം 1 ഭാഗം, ജീരകം 1 ഭാഗം, കോലരക്ക് 4 ഭാഗം, ആടലോടകത്തല 6 ഭാഗം, ആകെ 12 കഴഞ്ച്, 60 ഗ്രാം കഷായം വെച്ച് തേൻ ചേർത്ത് കൊടുക്കാം. ലാക്ഷാശൃംഗ്യാദ്യരിഷ്ടം, വാശാരിഷ്ടം, അഭയാരിഷ്ടം, പുനർനവാസവം 8:8:4:4 എന്ന പ്രപ്പോർഷണൽ ഔൺസായി എടുത്ത് 2 നേരം കൊടുത്തു. അളവൊക്കെ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്ന അളവല്ല. 8 ഔൺസ് ലാക്ഷാശൃംഗ്യാദ്യരിഷ്ടവും അപ്പോൾ തന്നെ എത്ര ഉണ്ടാവും നോക്കണം. 8 ഔൺസ് വാശാരിഷ്ടവും, 4 ഔൺസ് അഭയാരിഷ്ടവും, 4 ഔൺസ് പുനർനവാരിഷ്ടവും കൂടെ ചേർത്തിട്ട് 2 നേരം കൊണ്ട് കഴിപ്പിക്കുക. ഉപേക്ഷിച്ച രോഗിയായതുകൊണ്ടാണ് കൊടുത്തത്. ആരോഗ്യമുള്ള രോഗിക്കാണെങ്കിൽ കൊടുക്കുമ്പോൾ ഏതായാലും പോവാണ് പറഞ്ഞിട്ടുമാണ്, മക്കളോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഏതായാലും പോവാണ്, ഇത്ര അരിഷ്ടത്തോടു കൂടി പോവുക, കൊടുക്കുക. കാരണം കിട്ടിക്കലാണ്, ചെയ്യാവുന്നതല്ല എന്ന് നിങ്ങൾ ഏത് തരത്തിൽ ചിന്തിച്ചാലും ബോധ്യമാവും. കൊടുത്തത് സത്യസന്ധമായി പറയുക. കൊടുത്തത് ഇതാണ്. 2 കഴഞ്ച് ജീരകം, 3 കഴഞ്ച് ഇരട്ടി മധുരം, ശുദ്ധി ചെയ്ത ചീനപ്പാവ് 3 കഴഞ്ച്. നല്ലപോലെ ശുദ്ധി ചെയ്യണം. ചീനപ്പാവാണ്, പാവ് പഴച്ചാൽ മാവാണ്. 5 കഴഞ്ച് കോലരക്ക്, 8 കഴഞ്ച് ആടലോടക വരും. കഷായം തേൻ ചേർത്ത് വീണ്ടും കൊടുത്തു. 2 ദിവസം കഴിഞ്ഞു രോഗി ഒന്നിനൊന്ന് മെച്ചപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ പിന്നെ കൊടുക്കുകയാണ് ഇത്. ആടലോടകത്തല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ പ്രവാള ഭസ്മം രാവിലെയും ഹിങ്കുള ഭസ്മം വൈകുന്നേരവും കൊടുത്തു. ലാക്ഷാദി എണ്ണ തലയിലും ദേഹത്തും വെക്കാനും കൊടുത്തു. ഒരു മാസത്തിനുള്ളിൽ രോഗി ഏതാണ്ട് ഇതിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ വാശാകൂഷ്മാണ്ഡ രസായനവും ഒരു 10 ദിവസം, പിന്നൊരു 15 ദിവസം ചവനപ്രാശം, പിന്നൊരു 15 ദിവസം അഗസ്ത്യ രസായനം. അഗസ്ത്യ രസായനം എന്നുള്ളൊരു സങ്കല്പത്തിൽ കൊടുത്തതുകൊണ്ട് ഏതാണ്ട് നല്ല ഗ്രാം കണക്കിനാണ് കൊടുത്തത്. അല്ല, ചെറിയ അളവല്ല. 100 ഗ്രാമിൽ കൂടുതലാണ് ഒരു ഡോസായിട്ട് കൊടുത്തത്. അപ്പോൾ രോഗി വളരെ
മെച്ചപ്പെട്ടു. ലാസ്റ്റ് സുവർണവങ്ക രസായനവും അർബുദാന്തക ലേഹ്യം എന്ന പേരിൽ ഒറ്റപ്പാലത്തുണ്ടാക്കുന്ന ഒരു ലേഹ്യമുണ്ട്, അതും കൊടുത്ത് നിർത്തുകയും ചെയ്യും. രോഗി സുഖമായുണ്ട്. അതാണ് രോഗിക്ക് കൊടുക്കുന്നത്. പിന്നുള്ളതൊരെണ്ണം പ്രമേഹ പിടകയാണ്. ഇതൊരു എറണാകുളം രാമകൃഷ്ണൻ, ആളിൻ്റെ പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടൊരു ബോസിൻ്റെ പിതാവ്, ബോസിൻ്റെ അച്ഛൻ്റെ പേര് കൃത്യം ഓർമ്മ പോരാ. ബോസിനെ നിങ്ങൾക്ക് പോയാൽ കാണാവുന്നതാണ്. ശനിപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഫോട്ടോഗ്രാഫർ സനീഷ്, ആലുവ. ഇവരാണ് വളരെ ക്രിട്ടിക്കലായിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ബോസിൻ്റെ പിതാവിന് ഈ ധാരയെല്ലാം ചെയ്തത്. അവിടുത്തെ സർജൻ്റെ അനുമതിയോടുകൂടി. പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട്, എനിക്കല്ല ബോസിന് പരിചയമുണ്ടായിരുന്നതുകൊണ്ട് അത് ചെയ്യാൻ സമ്മതിച്ചു. കാല് കണ്ടിക്കുന്നതിന് മുമ്പ് ഒരു 15 ദിവസം ചെയ്ത് നോക്കിയോ, സമയമുണ്ട് ചെയ്തോളൂ, ഇല്ലെങ്കിൽ കാല് ഞാൻ കണ്ടിക്കും എന്ന് പറഞ്ഞതനുസരിച്ച് ചെയ്തതാണ്. അത് ധാന്വന്തരഘൃതം അകത്തേക്ക്, പെരിങ്ങലത്തിൻ്റെ ഇലയിൽ കാട്ടുജീരകം, പിന്നൊരു മേഹാരി ചൂർണമാണ്. അതിനകത്തുണ്ടാവും, കുറിപ്പുണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ കുറിപ്പുണ്ടാവും. മേഹാരി ചൂർണം. പിന്നെ ഗോമൂത്രം വറ്റിച്ചെടുത്തത്, നല്ലപോലെ വറ്റിച്ച് സ്വർണ്ണവർണ്ണമാക്കി എടുത്തത്. പിന്നെ നെല്ലിക്കയുടെ നീരും പച്ചമഞ്ഞളിൻ്റെ നീരും അബ്രകഭസ്മം. ഇത്രയാണ് അകത്തേക്ക് കൊടുത്തത്. പക്ഷെ മുറിവുണങ്ങാൻ ത്രിഫല കഷായം ധാര. ആദ്യം ജാത്യാദിഘൃതവും നാഗഭസ്മവും, പഴുപ്പ് ഏതാണ്ട് 3/4 പഴുപ്പ് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ജാത്യാദിഘൃതവും രസസിന്ദൂരവും, ഉണക്കിൻ്റെ ലക്ഷണം കണ്ടപ്പോൾ എള്ളെണ്ണയും ശംഖഭസ്മവും. ഇത്രയാണ് ചെയ്തത്. ഇതേ സാധനം സ്തനവിദ്രഥി പഴുത്തു പൊട്ടി വളരെ ദുർഗന്ധവുമായി വരുമ്പോൾ ഈ ത്രിഫല കഷായം കൊണ്ട് ധാര ചെയ്തിട്ട് നവരയരി നല്ലപോലെ പൊടിച്ച് കുറുക്കി പാവാക്കിയെടുത്ത് അതിലൊരു പപ്പായയുടെ മൂത്ത കായ നടുവേ കണ്ടിച്ച് ചിരവയിൽ ചീകി മെല്ലെ അതിലേക്കിട്ട് ഒരു പേസ്റ്റ് പോലാക്കി വെക്കുക. ദുർഗന്ധം വളരെയുള്ള മുറിവാണ് സ്തന വിദ്രഥിയിലെങ്കിൽ, ബ്രസ്റ്റിലെ ക്യാൻസറിലെങ്കിൽ അതിൻ്റെ കറ തന്നെ നേരിട്ടങ്ങ് പുരട്ടുക. ആദ്യം ഒരു തുണി മുകളിലിട്ടിട്ട് കറ പുരട്ടി കൊടുക്കുക. ഒരു തരത്തിലും ഉണങ്ങാത്തതാണെങ്കിൽ അത് പ്രമേഹ പിടകയായാലും ദുഷിച്ച വ്രണങ്ങളായാലും ക്യാൻസർ വ്രണങ്ങളാണെങ്കിലും ഒരു കണ്ടീഷനിലും ഉണങ്ങുകയില്ല എന്ന് ബോധ്യം വന്നാൽ ചിറ്റമൃത്, പാടക്കിഴങ്ങ്, വെളുത്ത ഇരിക്കിൻ വേര്, കുടകപ്പാല വേരിന്മേൽ തൊലി, ഞൊട്ടാഞ്ഞൊടിയൻ. ഒന്നുകൂടെ പറയണം. ഈശ്വരമുല്ല വേര്, ചിറ്റമൃത്, പാടക്കിഴങ്ങ്, കൊടകപ്പാല വേരിന്മേൽ തൊലി, ഞൊട്ടാഞ്ഞൊടിയൻ, വെളുത്ത ഇരിക്കിൻ വേര്. അതിൽ വെളുത്ത ഇരിക്കിൻ്റെ വേര് വളരെ സങ്കീർണമായ വിദ്രഥി ഉള്ളിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മറ്റത് മതിയാവും ഉണങ്ങാൻ. അണലി കടിച്ച് പഴുക്കുന്ന വ്രണത്തിനുള്ള വിഷചികിത്സയിലെ ഏറ്റവും പ്രശസ്തമായ കഷായമാണ് കഴിക്കാൻ കൊടുക്കുന്നത്. അണലി കടിച്ച്, മണ്ടലി കടിച്ചിട്ട് പൊട്ടിപ്പഴുക്കുന്ന വ്രണമുള്ള ആളിന് കൊടുക്കുന്ന കഷായമാണ്. ആ വ്രണമുണങ്ങാനുള്ള മരുന്ന് തന്നെയാണ് ഇനി പറയാൻ പോകുന്ന പൊടിയും. നീര് കാണുന്ന ഭാഗത്ത് കാഞ്ഞിരത്തേൽ പുല്ലുണ്ണി, കാഞ്ഞിരത്തേൽ ഇത്തിക്കണ്ണി, നിങ്ങളെന്താ പേര് പറയാന്നറിയില്ല, അത് വാഴപ്പോള നീരിലരച്ച്, കാട്ടുവാഴപ്പോള നീരിലരച്ച് നല്ല പരട്ടുക. 2, അതിലെ വ്രണത്തിലിടാൻ ഒരു തുണി വ്രണത്തിലേക്ക് വെച്ചിട്ട് പുറത്ത് പോയി പറയരുത്,
എഴുതി വെച്ചോളുക, ചെയ്തോളുക. കാരണം കോഴിയുടെ കാഷ്ടം ഡോക്ടർമാരൊക്കെ അറിഞ്ഞാൽ